ഹലോ എവ്രി വൺ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സെലാജിനെല്ലയുടെ സ്റ്റെമ്മിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാം. അപ്പം സെലാജിനെല്ല സ്റ്റെമ്മിനെ എടുത്തിട്ട് ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്വേഴ്സ് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സെക്ഷൻ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് 3 റീജിയൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. അത് ഏതൊക്കെയാണ്? ഔട്ടർ മോസ്റ്റ് എപ്പിഡെർമൽ റീജിയൻ, മിഡിൽ കോർട്ടിക്കൽ റീജിയൻ ആൻഡ് ഇന്നർ മോസ്റ്റ് വാസ്കുലാർ സിലിണ്ടർ ഓർ സ്റ്റീൽ. അപ്പോൾ വാസ്കുലാർ സിലിണ്ടർ അഥവാ വാസ്കുലാർ ടിഷ്യൂസിനെയാണ് സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ വാസ്കുലാർ ടിഷ്യൂസ് കാണുന്ന ആ റീജിയനെയാണ് സ്റ്റീൽ എന്നറിയപ്പെടുന്നത്. ദെൻ അപ്പോൾ എപ്പിഡെർമിസ് യൂണിസീറിയേറ്റ് ആയിരിക്കും, എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയേർഡ് ആയിരിക്കും. ഇതുകൂടാതെ പ്രോസൻകൈമ എന്ന് പറയുന്ന സെൽസ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രോസൻകൈമ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ട് ടേപ്പറിങ് ആയിട്ടുള്ള എൻസ് ഉള്ള ഇതുപോലെ ഇരിക്കുന്ന സെൽസിനെയാണ് പ്രോസൻകൈമ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സെൽസ് കൊണ്ടായിരിക്കും എപ്പിഡെർമിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ എപ്പിഡെർമിസിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ ക്യൂട്ടിക്കിൾ ഉണ്ടായിരിക്കും. ദെൻ എപ്പിഡെർമിസിൽ സ്റ്റൊമാറ്റയോ ഹെയർസോ കാണില്ല, കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആയിരിക്കും. ദെൻ അങ്ങനത്തെ ഒരു സെലാജിനെല്ലയുടെ സ്റ്റെമ്മിൻ്റെ ട്രാൻസ്ഫർ സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഗ്രൗണ്ട് പ്ലാനും ദെൻ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു പിക്ചറാണ് ഇവിടെ റൈറ്റ് സൈഡിലെ പോർഷൻ എൻലാർജ്ഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൽ ഔട്ടർ മോസ്റ്റ് എപ്പിഡെർമിസിന് തൊട്ട് താഴെയായിട്ട് ഹൈപ്പോഡെർമിസ് ഉണ്ട്, ദെൻ കോർട്ടിക്കൽ റീജിയൻ ഉണ്ട്, അതിനുശേഷമാണ് വാസ്കുലാർ സിലിണ്ടർ അഥവാ സ്റ്റീൽ ഉള്ളത് അല്ലേ. ഇനി നോക്കൂ, ഈ സ്റ്റീലിൻ്റെ അകത്തായിട്ട് ട്രാബിക്യുല എന്ന് പറയുന്ന സ്ട്രാൻഡ് പോലെ ഇരിക്കുന്ന ഈ ലാഡർ പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് കണ്ടോ, ഇതിനെയാണ് ട്രാബിക്യുല എന്ന് പറയുന്നത്. ആ അഡ്ജസൻ്റ് ആയിട്ടുള്ള ട്രാബിക്യുലയുടെ അകത്ത് കാണുന്ന സ്പേസിനെയാണ് എയർ സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷമാണ് ഫ്ലോയോം സൈലം ഒക്കെ വരുന്നത് കേട്ടോ. മെറ്റാസൈലം, പ്രോട്ടോസൈലം, ദെൻ അതുപോലെ തന്നെ ഫ്ലോയം, പിന്നെ പെരിസൈക്കിള്. അപ്പോൾ ഇത്രയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കോർട്ടെക്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ എപ്പിഡെർമിസ് കഴിഞ്ഞു, ഇനി അടുത്ത കോർട്ടിക്കൽ റീജിയൻ ആണ്. കോർട്ടെക്സ് എന്ന് പറയുന്നത് മൾട്ടി ലെയേർഡ് ആണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് പാരങ്കൈമ സെൽസ് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്റർ സെല്ലുലാർ സ്പേസസ് ഒന്നും തന്നെ ഈ കോർട്ടിക്കൽ റീജിയനിലില്ല. ഇനി ഒരു മെച്യൂർ സ്റ്റെം എടുത്ത് നോക്കുകയാണെങ്കിൽ കോർട്ടെക്സിനെ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം, ഔട്ടർ കോർട്ടെക്സും ഇന്നർ കോർട്ടെക്സും. ഔട്ടർ കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് തിക്ക് വോൾഡ് ആയിട്ടുള്ള ലിഗ്നിഫൈഡ് സ്ക്ലീറങ്കൈമ സെൽസ് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഔട്ടർ കോർട്ടെക്സ് ഇതുപോലെ സ്ക്ലീറങ്കൈമ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിൽ അതിനെ നമുക്ക് ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ ഔട്ടർ കോർട്ടെക്സ് മിക്കവാറും ഉണ്ടാക്കിയിരിക്കുന്നത് സ്ക്ലീറങ്കൈമ സെൽസ് കൊണ്ടും ഇന്നർ കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലോറൻകൈമ സെൽസ് കൊണ്ടുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഔട്ടർ സ്ക്ലീറങ്കൈമറ്റസ് കോർട്ടെക്സിനെയാണ് ഹൈപ്പോഡെർമിസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ചില സീറോഫൈറ്റിക് ആയിട്ടുള്ള സ്പീഷീസിൽ എല്ലാ കോർട്ടിക്കൽ റീജിയനിലും സ്ക്ലീറങ്കൈമ സെൽസ് ആയിരിക്കും കാണപ്പെടുന്നത്, അവിടെ ക്ലോറൻകൈമ സെൽസ് കാണില്ല. ഓക്കെ. ഇപ്പോൾ സ്ക്ലീറങ്കൈമ സെൽസ് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് സീറോഫൈറ്റിക് ആയിട്ടുള്ള സ്പീഷീസിൽ കോർട്ടെക്സ് മൊത്തവും സ്ക്ലീറങ്കൈമ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇത് നേരത്തെ കാണിച്ച ആ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എൻലാർജ് ചെയ്ത് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് സെക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന പിക്ചറാണ്. ഇതിൽ എപ്പിഡെർമിസ് നോക്കൂ, ദെൻ സ്ക്ലീറങ്കൈമറ്റസ്, ഹൈപ്പോഡെർമിസ് കണ്ടോ, നല്ല ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും അല്ലേ. കോർട്ടിക്കൽ റീജിയൻ ഹൈപ്പോഡെർമിസ് ആയിട്ടും, പിന്നെ ഇതും കോർട്ടെക്സ് ആണ്. ഈ കോർട്ടെക്സ് എന്താണ്? ക്ലോറൻകൈമ കോർട്ടെക്സ് ആണ് അല്ലേ. ക്ലോറൻകൈമ സെൽസ് കൊണ്ടുണ്ടാക്കുന്ന ഇന്നർ കോർട്ടെക്സ് ആണ്. ദെൻ അതിനുശേഷമാണ് ട്രാബിക്യുല ഒന്ന് നോക്കൂ. ട്രാബിക്യുല എന്ന് പറയുന്ന ഇതുപോലെ ത്രെഡ് പോലെ ഇരിക്കുന്ന ഈ സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ. ഈ ട്രാബിക്യുല എന്ന് പറയുന്നത് എൻഡോഡെർമിസ് ആണ്. അതായത് കോർട്ടെക്സിനെയും വാസ്കുലാർ സിലിണ്ടറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലെയറിനെയാണ് എൻഡോഡെർമിസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ടെറിഡോഫൈറ്റയിൽ, അതായത് സെലാജിനെല്ലയ്ക്ക് അകത്തുള്ള എൻഡോഡെർമിസ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ ലാഡർ പോലെ അല്ലെങ്കിൽ ത്രെഡ് പോലെ ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഇവിടുത്തെ എൻഡോഡെർമിസ്. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ട്രാബിക്യുല കേട്ടോ. ഇനി അതിനുശേഷം പെരിസൈക്കിളാണ്. പെരിസൈക്കിളിനകത്ത് ഫ്ലോയം, പിന്നെ അതിനുശേഷം പ്രോട്ടോസൈലവും മെറ്റാസൈലും. ഓക്കെ. അപ്പം മിക്കപ്പോഴും ഇവിടെ എക്സാർക്ക് ആയിരിക്കും. എക്സാർക്ക് എന്ന് പറഞ്ഞാൽ മെറ്റാസൈലം അകത്തും പ്രോട്ടോസൈലം വെളിയിലുമായിട്ടായിരിക്കും കാണുന്നത്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഒന്നും കൂടെ വിശദീകരിച്ചിരിക്കുന്നത്.
ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ സ്റ്റെം ഈസ് ദ പ്രസൻസ് ഓഫ് റേഡിയലി ഇലോങ്ങേറ്റഡ് എൻഡോഡെർമൽ സെൽസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻഡോഡെർമിസിന് ഇവിടെ പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ എൻഡോഡെർമൽ സെൽസിനെ പറയുന്ന പേരാണ് ട്രാബിക്കുലെ. ട്രാബിക്കുലെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലാഡർ പോലെ ഇരിക്കുന്ന സെൽസ് ആണ്. അപ്പോൾ എൻഡോഡെർമൽ സെൽസ് ലാഡർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല എൻഡോഡെർമൽ സെൽസിന്റെ പ്രത്യേകതയും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണ്? കാസ്പാരിയൻ തിക്കനിങ്സ് അല്ലേ. അപ്പോൾ എൻഡോഡെർമൽ സെൽസിന്റെ ലാറ്ററൽ വാൾസ് തിക്കൻഡ് ആയിട്ടിരിക്കും. ഇതിനെയാണ് കാസ്പാരിയൻ തിക്കനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാബിക്കുലയിലും ഈ കാസ്പാരിയൻ തിക്കനിങ് കാണാൻ കഴിയും. പിന്നെ ഇത് കൂടാതെ വേറൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ട്രാബിക്കുലയ്ക്കകത്ത് എയർ സ്പേസസ് ഉണ്ടായിരിക്കും. അതിനകത്ത് എയർ ഇങ്ങനെ ഫില്ല് ചെയ്ത് നിർത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു പ്രത്യേകതയാണ് സ്റ്റെറിഡോഫൈറ്റയിലെ എസ്പെഷ്യലി സ്റ്റെലാജിനെല്ലയിലെ സ്റ്റെമ്മിൻ്റെ ഒരു പ്രത്യേകതയാണിത്, ട്രാബിക്കുലയ്ക്കകത്തുള്ള എയർ സ്പേസസ്. പിന്നെ വേറെ എന്താണ്? അപ്പം ഈ ഹോൾ സ്റ്റീലിനെ ഈ ട്രാബിക്കുല ഇതുപോലെ സപ്പോർട്ട് ചെയ്താണ് നിർത്തുന്നത്. അപ്പോൾ ട്രാബിക്കുലയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അധികമാണ്. കാരണം എയർ സ്പേസസ് ഉള്ളത് കൊണ്ട് വളരെ നല്ല സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ് ഈ സ്റ്റീലിന് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്നത് ഈ എൻഡോഡെർമിസിനകത്താണ് കാണുന്നത് അല്ലേ. അപ്പം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് ഈ സ്റ്റെറിഡോഫൈറ്റയ്ക്കകത്തുള്ളത്. അപ്പം നമ്മൾ ഇപ്പം തന്നെ എന്തെങ്കിലും ഒരു പാക്കേജ് വരികയാണെങ്കിൽ ആ പാക്കേജിനകത്ത് ഇതുപോലെ TV അങ്ങനത്തെ കുറച്ച് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനകത്ത് ഈ തെർമോകോൾ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തിനാണ്? ഇങ്ങനെ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ ഈ ട്രാബിക്കുലയ്ക്കകത്തുള്ള എയർ സ്പേസസും ഷോക്കിന് അബ്സോർബ് ചെയ്യുന്നു. അപ്പം പെട്ടെന്നൊന്നും ഈ ചെടിക്ക് ഒരു ആപത്തും സംഭവിക്കില്ല. അപ്പം ഈ ഒരു ചെടി നശിച്ചു പോകണമെങ്കിൽ അതിൻ്റെ വാസ്കുലാർ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യണം അല്ലേ, അതായത് വാസ്കുലാർ ടിഷ്യൂ സ്റ്റീലിനെ അഫക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റീല് അത്രയ്ക്ക് വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള എയർ സ്പേസസിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഷോക്കും എന്താണ് ഈ സ്റ്റീലിനെ അഫക്റ്റ് ചെയ്യില്ല. ഷോക്ക് അബ്സോർവേഴ്സ് ആയിട്ടാണ് ഈ ട്രാബിക്കുലയ്ക്കകത്തുള്ള എയർ സ്പേസസ് ആക്ട് ചെയ്യുന്നത്. ദെൻ ദ സ്റ്റീലാർ ഓർഗനൈസേഷനെ പറ്റി ഇനി നോക്കാം. അപ്പോൾ ഓരോ സ്പീഷീസിലും ഓരോ ടൈപ്പിലുള്ള സ്റ്റീലാർ ഓർഗനൈസേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മോണോസ്റ്റീലിക് കണ്ടീഷൻ, ബൈസ്റ്റീലിക് കണ്ടീഷൻ ആൻഡ് സംടൈംസ് പോളിസ്റ്റീലിക് കണ്ടീഷൻ വരെ കാണാൻ സാധിക്കും. മോണോസ്റ്റീലിക് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് വാസ്കുലാർ സിലിണ്ടർ ഉള്ളതിനെയാണ് മോണോസ്റ്റീലിക് എന്ന് പറയുന്നത്. 2 സെറ്റ് ഉണ്ടെങ്കിൽ ബൈസ്റ്റീലിക്കും, 2ൽ കൂടുതലുണ്ടെങ്കിൽ പോളിസ്റ്റീലിക് കണ്ടീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ പോളിസ്റ്റീലിക് കണ്ടീഷൻ എല്ലാം. ഇനി ഈ സ്റ്റീലിന് ചുറ്റുമായിട്ട് ഒരു സിംഗിൾ ലെയർഡ് പെരിസൈക്കിൾ കാണാൻ സാധിക്കും. മാത്രമല്ല സ്റ്റീലിൻ്റെ സ്ട്രക്ചറും ഷേപ്പും എല്ലാം ഓരോ സ്പീഷീസിലും വേരിയബിൾ ആയിരിക്കും. ഓരോ സ്പീഷീസിലും നമുക്ക് ഓരോ തരത്തിലുള്ള സ്റ്റീലായിരിക്കും കാണാൻ കഴിയുന്നത്. ചിലതിൽ സർക്കുലാർ ഷേപ്പിലായിരിക്കും സ്റ്റീൽ കാണപ്പെടുന്നത്, ചിലതിൽ ഫ്ലാറ്റ് ആയിട്ട്, ചിലതിൽ റിബൺ പോലെ ഇരിക്കുന്ന സ്റ്റീലായിരിക്കും കാണുന്നത്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്കുലാർ സിലിണ്ടർ ഓർ വാസ്കുലാർ ടിഷ്യൂസ് കേട്ടോ. ആ വാസ്കുലാർ ടിഷ്യൂസിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. മോസ്റ്റ് സ്പീഷീസ് ഓഫ് സെലാജിനെല്ല ഹാവ് സിമ്പിൾ പ്രോട്ടോസ്റ്റീൽ എൻക്ലോസ്ഡ് ബൈ പെരിസൈക്കിൾ. അപ്പം ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റീലായിരിക്കും സാധാരണഗതിയിൽ സെലാജിനെല്ലയ്ക്കകത്ത് കാണുന്നത്. ഒരു സിമ്പിൾ സ്റ്റീൽ, അതിനെയാണ് പ്രോട്ടോസ്റ്റീൽ എന്ന് പറയുന്നത്, വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ പെരിസൈക്കിൾ. ഇനി ദർ ഇസ് എ സോളിഡ് സൈലം കോർ സറൗണ്ടഡ് ബൈ ഫ്ലോയം. അപ്പം സൈലത്തിനെ സറൗണ്ട് ചെയ്ത് ഫ്ലോയം കാണപ്പെടും. ഓക്കെ, അപ്പോൾ സെലാജിനെല്ലയുടെ സ്റ്റീൽ എങ്ങനെയാണ്? സെൻട്രലിൽ സൈലവും, ഇപ്പോൾ സെൻട്രൽ പോർഷനിൽ സൈലവും അതിനെ സറൗണ്ട് ചെയ്ത് ഫ്ലോയവും ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി സം ഹാവ് കോംപ്ലക്സ് പോളിസ്റ്റീലിക് സൈഫണോസ്റ്റീൽ. ചിലതിൽ സൈക്ലിക് സൈഫണോസ്റ്റീൽ ആയിരിക്കും. സൈഫണോസ്റ്റീൽ എന്ന് പറഞ്ഞാൽ സൈലത്തിനകത്ത് പിത്ത് വരുന്നതിനെയാണ്. അപ്പോൾ പിത്ത് സെൻറ്ററിൽ, അതിനെ സറൗണ്ട് ചെയ്ത് സൈലം, അതിനെ സറൗണ്ട് ചെയ്ത് ഫ്ലോയം, ഇങ്ങനെ വരുന്നതിനെയാണ് സൈഫണോസ്റ്റീൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഫ്ലോയം, ഏറ്റവും വെളിയിൽ ഫ്ലോയം, അതിനകത്ത് സൈലം, പിന്നെ അതിനകത്ത് പിത്ത്. ഇതിനാണ് സൈഫണോസ്റ്റീലിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇത് കാണുന്നത് ലേവിഗേറ്റ എന്ന് പറയുന്ന സെലാജിനെല്ല സ്പീഷീസിനകത്താണ് ഈ സൈഫണോസ്റ്റീൽ കാണുന്നത്. പിന്നെ യൂഷ്വലി സൈലം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിനകത്ത് എക്സാർക്ക് ആയിരിക്കും. എക്സാർക്ക് എന്ന് പറഞ്ഞാൽ സെൻറ്ററുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് മെറ്റാസൈലവും, പിന്നെ സെൻറ്ററിൽ നിന്ന് ദൂരെ
ആയിരിക്കും പ്രോട്ടോസൈലം നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷനെയാണ് നമ്മൾ XR കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം മെറ്റാസൈലം സെൻറ്ററിലും പ്രോട്ടോസൈലം വെളിയിലും കാണുന്നതിനെയാണ് എക്സാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം ഇങ്ങനെ എക്സാർക്ക് ആയിരിക്കും ഇവിടുത്തെ സൈലം, സെലാജിനെല്ലയുടെ സ്റ്റെമ്മിൻ്റെ സൈലം. ഇനി സൈലം ആൻഡ് ഫ്ലോയം എത്ര കാണും? ഒന്നുകിൽ ഒന്നേ കാണുള്ളൂ, ഒരു സൈലോ ഒരു ഫ്ലോയോ, അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ച് കാണും, 2 സൈലം 2 ഫ്ലോയം. ഇനി മീസാർക്കും ചിലപ്പോൾ കാണാൻ സാധിക്കും. മീസാർക്ക് എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ പ്രോട്ടോസൈലം വന്നിട്ട് അത് 2 സൈഡിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് മെറ്റാസൈലം പോകുന്നതിനെയാണ് മീസാർക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് 2 സൈഡിലും ഈ പറയുന്ന പോലെ, അതായത് ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഇല്ലാതെ സെന്ററിൽ പ്രോട്ടോസൈലവും ബാക്കി 2 സൈഡിലോട്ട് ഈ പ്രോട്ടോസൈലം എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നതിനെയാണ് മീസാർക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോഴേക്കും പറഞ്ഞാൽ ഒരു സർക്കിൾ പോലെ ഇരിക്കും. അപ്പം അങ്ങനെ വരുമ്പം അത് എക്സാർക്കും ആകില്ല, എൻഡാർക്കും ആകില്ല. ഇതിനെയാണ് മീസാർക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതും പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇനി ഈ സൈലത്തിൽ ട്രക്കീഡ്സ്, പിന്നെ അതുപോലെ തന്നെ ചില സ്പീഷീസിൽ വെസൽസും സൈലം വെസൽസും കാണാൻ സാധിക്കും. അപ്പം വെസൽസ് എന്നൊക്കെ പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്ഫോംസിൽ, അതായത് ആൻജിയോസ്പേംസിൽ കാണുന്ന ഒരു ഫീച്ചറാണ്. ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത് എന്താണ്? പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്ഫോം ആണ് അല്ലേ? പക്ഷേ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഈ ടെറിഡോഫൈറ്റയിലും ചില സ്പീഷീസിൽ സൈലം വെസൽസ് കാണാൻ സാധിക്കും. അങ്ങനത്തെ സ്പീഷീസാണ് ഒറിയാന ആൻഡ് റൂപ്പസ്ട്രിസ്. ഓക്കെ, അതിനകത്ത് എന്ത് കാണും? വെസൽസ്, സൈലം വെസൽസും കാണും. ദെൻ ഇൻ ക്രീപ്പിംഗ് സ്റ്റെംസ് ഓർ സ്പിനുലോസ സൈലം ബിക്കംസ് എൻഡാർക്ക്. അപ്പോൾ എൻഡാർക്ക് ആയിട്ടുള്ള സൈലം, അതായത് നോർമൽ ആയിട്ട് ഒരു സ്റ്റെമ്മിനകത്ത് കാണുന്ന സൈലം എൻഡാർക്ക് ആയിരിക്കും. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഈ എൻഡാർക്ക് കണ്ടീഷൻ കാണുന്നത് സെലാജിനെല്ലയുടെ സ്പിനുലോസയിലാണ്. പിന്നെ മിക്ക ക്രീപ്പിംഗ് സ്റ്റെംസിലുമാണ്. ക്രീപ്പ് ചെയ്ത് പോകുന്ന സ്റ്റെംസിൻ്റെയും നമ്മൾ ഇതുപോലെ സൈലം എടുത്ത് നോക്കുകയാണെങ്കിൽ എൻഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് സ്റ്റെം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റു പോർഷൻ പഠിപ്പിക്കാം. അപ്പോൾ എനിവേ, താങ്ക്സ് അലോട്ട് മൈ ഡിയർ സ്റ്റുഡൻസ് ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ് ആൻഡ്